പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള ഫ്രണ്ട്സിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒറ്റയടിക്ക് അൺഫ്രണ്ട് ചെയ്യാമെന്ന്, അതായത് അൺഫോളോ ചെയ്യുക എങ്ങനെയാണെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് അത്തരത്തിലൊരു സൗകര്യമില്ല. മാത്രമല്ല ഫേസ്ബുക്കിൽ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്ത ഓരോ പോസ്റ്റുകളും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എന്നാൽ എല്ലാ പോസ്റ്റുകളും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഫേസ്ബുക്കിൻ്റെ അകത്തില്ലാത്ത ഒരു സൗകര്യമാണ്. ചില സാഹചര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ട്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മൊത്തത്തിൽ അൺഫ്രണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള നമ്മൾ ഇതുവരെ ചെയ്ത പോസ്റ്റുകൾ ഒരു ക്ലിക്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ ആ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ഇതിൽ മലയാളം ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. തുടർന്ന് നമുക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സുകളൊക്കെ കാണാൻ സാധിക്കും. ഈ ഫീച്ചേഴ്സുകളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ആ ലോഗിൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷനകത്ത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് ഇവിടെ ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതിൽ ലോഗിൻ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയി വരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ലോഗിൻ സക്സസ് ആയിട്ടുണ്ട്. ഇത് കാണാൻ സാധിക്കും. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആണ്. നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് ഓൾ ഫീച്ചേഴ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫേസ്ബുക്കിൽ വലിയ സ്റ്റോറി വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ നിശ്ചിത സമയത്തേക്കുള്ള വീഡിയോ മാത്രമേ, അതായത് നിശ്ചിത ദൈർഘ്യമുള്ള വീഡിയോ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൻ്റെ സ്റ്റോറി ആക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ അപ്ലോഡ് വീഡിയോ എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ സ്റ്റോറി ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലെ വീഡിയോസുകളൊക്കെ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പ് മെസ്സേജുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ മാറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട്. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്ത്രീകൾക്കൊക്കെ പ്രത്യേക ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇതിപ്പോൾ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ തന്നെ നമുക്ക് ആ ഒരു ഫീച്ചർ ലഭ്യമാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. താഴെ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റ് ലോങ് സ്റ്റോറികൾ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡൗൺലോഡ് ഫേസ്ബുക്ക് വീഡിയോ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും റിമൂവ് ആൾ ഫണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള മുഴുവൻ ഫ്രണ്ട്സിനെയും ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ആൾ ഫണ്ട്സ് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പ്രത്യേക ഫ്രണ്ട്സിനെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് അൺഫ്രണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് എക്സെപ്ഷൻ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ആഡ് ഫ്രണ്ട്സ് ടു ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ മൊത്തത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ വേണമെങ്കിൽ ആ വ്യക്തിയെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ടു റിമൂവ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഇവിടെ നിന്ന് ഓക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ മൊത്തത്തിൽ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ പ്രത്യേകം വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് ഡിലീറ്റ് ചെയ്യാനും കൂടി ഈ ഒരു ഭാഗത്ത് നമുക്ക് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫീച്ചേഴ്സാണ് ഇവിടെ താഴെ ഭാഗത്ത് അൺഫോളോ ആൾ ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ. നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഫ്രണ്ട്സുകൾ, അതായത് നമ്മൾ ആഡ് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട്സ് ആകാതെ ഫോളോ ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മുടെ പോസ്റ്റുകളൊക്കെ കാണുകയും ചെയ്യും. എന്നാലത്തെ അവർ നമ്മുടെ ഫ്രണ്ട്സും അല്ലാത്ത രീതിയിൽ ഫേസ്ബുക്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ നമുക്ക് അൺഫോളോ ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഒരുപാട് പേര് ഫ്രണ്ട് റിക്വസ്റ്റുകൾ അയച്ചിട്ടുണ്ടാവും. അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ, അത്തരത്തിലുള്ള ആളുകളെ ഫ്രണ്ട് റിക്വസ്റ്റുകളൊക്കെ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ ഭാഗത്ത് ക്ലീൻ ഫ്രണ്ട് റിക്വസ്റ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലൈക്ക് പേജുകൾ നമ്മൾ സ്കാൻ ചെയ്യാൻ, അതുപോലെ
നമ്മുടെ കമാൻഡുകൾ സ്കാൻ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ റിമൂവ് ആൾ ഫ്രണ്ട്സും അൺഫോളോ ആൾ ഫ്രണ്ട്സും നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ റിമൂവ് ആൾ പോസ്റ്റ്സ് എന്ന ഓപ്ഷൻ, നമ്മൾ ഇതിൻ്റെ ഒരു ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകൾ ഒരൊറ്റയടിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ആൾ പോസ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് അത്തരത്തിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ അവിടെ കാണുന്ന ഭാഗത്ത് റിമൂവ് ആൾ പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൊത്തം പോസ്റ്റുകൾ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ ഇതുവരെ ഇട്ട എല്ലാ പോസ്റ്റുകളും ഒരൊറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്, നിങ്ങൾക്ക് എല്ലാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കുക. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണ്. നിങ്ങൾ പെട്ടെന്ന് നമുക്ക് പറയാനും മനസ്സിലാക്കാനൊക്കെ പ്രയാസമുള്ള പേരാണ്. മൊനോക്കായ് ടൂൾ കിറ്റ് എന്നാണ് ഇത് വായിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രീനിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അത്തരത്തിൽ തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഈ മൊനോക്കായ് ടൂൾ കിറ്റ്, സൂപ്പർ ടൂൾ കിറ്റ് ഫോർ ഫേസ്ബുക്ക് യൂസേഴ്സ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ എംബ്ലമെല്ലാം കണ്ടെക്കുക. ഇത്തരത്തിൽ ചിലപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഫേസ്ബുക്കിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.